എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടുന്ന് പുഴ നീന്തി കിടന്നത്. അതിൻ്റെ മുൻപത്തെ വർഷം എൻ്റെ മൂത്ത മകൾ അനന്യ ഇയാള് നീന്തി കിടന്നതാണ്. അത് കഴിഞ്ഞ് ഈ വർഷം രണ്ടാമത്തെ മകൾ അവൾ നീന്തി കിടന്നു. ഇനി ഭാര്യ മാത്രമേ ഉള്ളൂ നീന്തി കിടന്നു. അടുത്ത വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ നീന്തുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവരും കൃത്യമായിട്ട് വന്ന് നീന്തുക, അതിൽ മുടക്കം വരുത്താതിരിക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ ക്രോസ് ചെയ്യാൻ എന്തായാലും പറ്റും ഈ വർഷം തന്നെ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഹലോ, എൻ്റെ പേര് അനന്യ. ഞാൻ 2022 ഇവിടെ ആദ്യം വന്നത്. അന്ന് ഞാൻ പുഴ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2023 ഞാൻ അടങ്ങുന്ന 11 പേര് കൈ പുറകിൽ കെട്ടിയിട്ട് ക്രോസ് ചെയ്തായിരുന്നു. 280 മീറ്റർ ക്രോസ് ചെയ്തായിരുന്നു. ഈ വർഷം മെയ് 1-ാം തീയതി ഞാൻ കൈയും കാലും കണ്ണും കെട്ടിയിട്ടായിരുന്നു നീന്താൻ പോകുന്നത്. സ്ത്രീകളടക്കം എല്ലാവരും നീന്തൽ പഠിക്കാൻ വരണം. പിന്നെ ശാരീരിക പരിമിതികളൊന്നും നീന്തൽ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടാവില്ല. എല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നു. അനന്യ ഗർഭിണികൾ കേട്ട് കാണും. കഴിഞ്ഞാൽ മുന്നത്തെ വർഷം പുഴ നീന്തി കിടന്ന കുട്ടിയാണ്. കഴിഞ്ഞ വർഷം 15 വയസ്സിന് താഴെയുള്ള 11 പെൺകുട്ടികൾ കൈ പുറകിൽ കെട്ടി നമ്മുടെ ഇതേ ദൂരം 780 മീറ്റർ ദൂരം നീന്തി. ആ കൂട്ടത്തില് അനന്യ ഉണ്ടായിരുന്നു. ഈ വർഷം ഈ വരുന്ന മെയ് 1-ാം തീയതി അനന്യ കൈയും കാലും കണ്ണും കെട്ടിക്കൊണ്ട് ഈ പറഞ്ഞ 780 മീറ്റർ ദൂരം നീന്തുകയാണ്. അതിന്റെ ട്രെയിനിങ് ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പൊ ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കും കൂടിയാണ്. മെയ് 1-ാം തീയതി ആയിരിക്കും ആ പ്രകടനം. ഇനി അടുത്തതായിട്ട് മോഹിത്തിന്റെ പപ്പ മനോജേട്ടനെ ഞാൻ വിളിക്കുകയാണ്. മനോജേട്ടൻ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ ഒരു ആൾ കൂടിയാണ്. ഹൈസ്കൂളിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് കൂടിയാണ് മനോജേട്ടൻ. ഈ പറയുന്നത് എന്റെ പേര് മനോജ്. പനങ്ങാട് ഉദയത്തുമാതിൽ നിന്നാണ് വരുന്നത്. ലേക്ഷർ ഹോസ്പിറ്റലിന്റെ അടുത്തുണ്ട്. 2023 മോഹിത് ഇവിടെ നീന്തി കടന്നു. ഇവിടെ വരുന്ന സമയത്ത് മോഹിത് ഒരക്ഷരം പോലും സംസാരിക്കില്ലായിരുന്നു. ഒരു 3 മാസം കൊണ്ടാണ് ഇവരിവിടുന്ന് സംസാരിച്ച് വാക്കുകൾ പോലും പറയാൻ പറ്റില്ലായിരുന്നു. ഇവിടെ കുറെ അമ്മമാരും അച്ഛന്മാരും കൂടിയൊക്കെയാണ് ഞങ്ങളെക്കാട്ടും കൂടുതൽ അവരവിടെ സപ്പോർട്ട് ചെയ്ത് ഇവരെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത് ഡിസംബർ 25-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് മെയ് 6-ാം തീയതി പുഴ നീന്തി കടന്നു. അതല്ലാതെ തന്നെ മെഗാ ക്രോസിങ്ങിന് 10-15 ദിവസം നീന്തൽ ഉണ്ടായിരുന്നതിൽ അതിലെല്ലാത്തിലും സാറ അവനെ കൊണ്ട് പങ്കെടുപ്പിക്കുകയും മെഗാ ക്രോസിങ്ങിന് വരെ ഫുള്ളായിട്ട് അവൻ നീന്തുകയും ചെയ്തു. ഒരക്ഷരം പോലും സംസാരിക്കുന്ന ആളായിരുന്നു.
GCDയിൽ ഞങ്ങൾ നീന്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിക്കാത്ത കാരണം അവനെ നീന്താൻ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അവര് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് അവനെ നീന്താൻ കഴിയില്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ അറിഞ്ഞ് സജീവ് ആളശ്ശേരിയുടെ അടുത്ത് നീന്താൻ വേണ്ടി ചോദിച്ചപ്പോഴേക്കും അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. അവന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, സാറും ഇവിടെ ഉണ്ടായിരുന്ന സാറിനെ സഹായിക്കുന്ന എല്ലാവരും കൂടി നോക്കി ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് മെയ് 6-ാം തീയതി ക്രോസ് ചെയ്യുകയും മെഗാ ക്രോസിങ്ങിനെ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് പേരൻസ് ചെയ്യാനുള്ളത് പറഞ്ഞത് ഇത്തിരി ജലദോഷം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരെ കൊണ്ടുവരാതിരിക്കരുത്. അവരിവിടെ കൊണ്ടുവരുമ്പോ തന്നെ അവർക്ക് ആ ഒരു ഇതും മാറും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഇവിടെ വരുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും മാറുകയും എല്ലാം ചെയ്യും. ഞങ്ങൾ ഒരു ദിവസം പോലും ഡിസംബർ 26-ാം തീയതി തൊട്ട് മെയ് 31 ജൂലൈ 4-ാം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾ മടങ്ങാതെ ഇവിടെ വരുമായിരുന്നു. രാവിലെ 4:30-5 മണിക്ക് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫ്രെയിം എല്ലാം കെട്ടിവെച്ച് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ആ വർഷം ഫുള്ളും ഫിനിഷ് ചെയ്തത്. പേരൻസ് ചെയ്യുക എന്ന് പറയുന്നിടത്ത് സാറിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ സാർ ഫീസായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മളെ കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് സാറ് പറയുന്ന 2-3 കാര്യങ്ങളുള്ളൂ. ഫ്രെയിം ഒരുക്കാൻ വേണ്ടി കൂടാനും അത് എടുത്തു വെക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് പറയുന്നത്. അതൊന്ന് ചെയ്യാൻ വേണ്ടി എല്ലാ പേരൻസും ഒന്ന് സഹകരിക്കണം. എന്റെ പേര് ഷീജ. ഞാൻ ഇവിടെ 8th ബാച്ചിൽ നീന്തി കിടന്നതാണ്. എന്റെ മകളുണ്ട് സാന്ദ്ര, അവള് 2017 നീന്തി കിടന്നതാണ്. പിന്നെ എന്റെ മകൻ 9th ബാച്ചിൽ നീന്തി കിടന്നു ഈ വർഷം. ഹസ്ബൻഡ് ഉണ്ട്, അവിടെ ഡിഗ്രിയിലാണ്. ഈ വർഷം തന്നെ നീന്തി കിടന്നു. പിന്നെ പറയാനുള്ളത്, ഇവള് 17 നീന്തി കടന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മകനെ പഠിപ്പിക്കണമെന്ന്. കാരണം പത്രത്തിലും ഈ മാധ്യമങ്ങളിൽ എവിടെ നോക്കിയാലും ഈ മുങ്ങിമരണങ്ങളെ കാണുമ്പോൾ ഭയമായിരുന്നു. ആൺകുട്ടികളാകുമ്പോൾ നമ്മുടെ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ കൈ വിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമല്ലോ. വെള്ളത്തിലാണല്ലോ ഇവർ കൂടുതൽ കളിക്കുന്നത്. അപ്പൊ അപകട മരണങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ പേടിയായിരുന്നു കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാമത് പിന്നെ സാറിനെ തിരക്കി ഇവിടെ വന്നു. 2017 കഴിഞ്ഞിട്ട് 2023 പിന്നെ സാറിനെ തിരക്കി വന്നു. അങ്ങനെ ഇവിടെ വന്ന് മകനിപ്പം നീന്തി കിടന്നു. ഇനിയിപ്പം ഭയമില്ലാതെ കിടന്നുറങ്ങാം. ആന്ധ്ര 17 നീന്തി കിടന്നൊക്കെയാണ്. അന്ന് അവള് ചെറിയ കുഞ്ഞതായിരുന്നു, പിന്നെ അവള് വലുതായി. ആന്ധ്ര 17 നീന്തി കിടന്നൊക്കെയാണ്. എല്ലാവരും ചേർന്ന ഒരു നമസ്കാരം എനിക്ക് പറയണം കേട്ടോ. നമസ്കാരം. ഇന്ന് ആള് തീരെ കുറവാണോ? 5 തീരെ കുറവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തീരെ കുറവാണ്. നമ്മള് 3ാമത്തെ ബാച്ചിലെ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ആർക്കും നീന്തൽ അറിയാൻ പാടില്ലല്ലോ. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നീന്തൽ പഠിപ്പിക്കും. എത്ര വൈകിയാലും നിങ്ങളിവിടെ നീന്തൽ പഠിക്കാൻ താല്പര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കും നിങ്ങളെ. എത്ര പേര് വന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ 4 ബാച്ച് വേണമെങ്കിൽ ആളുകൾ വേണമെങ്കിൽ 4 ബാച്ച് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ 9 മണി വരെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എത്ര പേര് നീന്തൽ പഠിക്കാൻ താല്പര്യപ്പെട്ട് വന്നാലും നമ്മൾ പഠിപ്പിക്കും. ഒരു വിഷയമില്ല. ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവര് വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ല, വീട്ടിൽ പോയിട്ട് പിന്നെയും പണികളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫോമിലെ ഫോൺ നമ്പറൊക്കെ ആ ഡയറിയിലേക്ക് പറത്തി പിന്നെ വേറെ പേപ്പറിലേക്ക് പറത്തി ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് അയച്ചായിരുന്നു. കുറേ പണികളുണ്ട് ഡ്രൈവേഴ്സ്. ഇവര് വെറുതെ ഇരിക്കണെന്ന് ആരും വിചാരിക്കരുത്. നാളെ തുടങ്ങി വേണമെങ്കിൽ ഇവിടെ ഇരുത്താം. ഇത് കഴിഞ്ഞാലും 2 മണിക്കൂർ 3 മണിക്കൂർ അവർക്ക് പണികളുണ്ട്. ഇനി 4 പേര് പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും പിടിച്ചോളൂട്ടോ. ഇവിടെ പേരൻസ് ഒന്ന് പിടിച്ചോളൂട്ടോ. ആവശ്യം പിടിച്ചോ. പിടിച്ചോട്ടോ. പിടിച്ചോളൂട്ടോ. മുങ്ങി പറയുമ്പോ പിടിക്കണം കേട്ടോ. ആ
നമുക്ക് രണ്ടുപേർക്കും ഒപ്പം താഴെ പോണത്. ഷാനിനെ എല്ലാവർക്കും അറിയാമോ? 2013 ഒരു ട്രെയിൻ ആക്സിഡന്റില് 2 കാലും മുട്ടിന് താഴെ വെച്ച് മുറിച്ച് കളഞ്ഞ വ്യക്തിയാണ്. പക്ഷെ എന്നാലും നീന്തലില് ഏറ്റവും സംഭവമാക്കി കളഞ്ഞ ആളാണ്. ഇവിടെ 22 പഠിച്ച് പെരിയാർ ക്രോസ് ചെയ്തതാണ്. ഇപ്പൊ നീന്തലില് അതിവിദഗ്ധനായി ഷാൻ. സജി വളശ്ശേരി സാറാണ് എന്നെ ആദ്യം സ്വിമ്മിങ് പഠിപ്പിച്ചത്. ഒരുപാട് പിച്ച് പടിയൊക്കെ കൊണ്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സാറ് രാവിലെയും വൈകുന്നേരവും 2 മണിക്കൂർ വെച്ച് ക്ലാസ് തന്നിരുന്നു. ആസ്മിൻ്റെ കൂടെ ആയിരുന്നു വന്ന് നീന്തൽ പ്രാക്ടീസ് ചെയ്തത്. സാറ് എന്താ പറയുക, ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയായിരുന്നു ഇതേക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പം എല്ലാവരും ഈ കാലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പം അവസാനം സാറിനെ ഞാൻ വിളിച്ചു, സജി വളശ്ശേരി സാറിനെ വിളിച്ചപ്പം സാറ് അപ്പം തന്നെ എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു.
പിറ്റേന്ന് തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു പ്രാക്ടീസ് ചെയ്തു. അത്രയും. ദാറ്റ്സ് ഓൾ.